ഒരു വചനമില്ലേ, ദൈവത്തോട് ചേർന്ന് നിൽക്കും അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കും. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന കുറച്ച് ആൾക്കാരോട് കൂടെ ചേർന്ന് നിൽക്കുന്നുണ്ടല്ലോ, അവരിലുള്ള കുറെ അഭിഷേകങ്ങൾ നമുക്കും കിട്ടും. ഇതൊക്കെ ഒരു പ്രോസസ്സാണ്. ഈ ഹോളി സ്പിരിറ്റിന്റെ നമ്മളെ ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പം ഈ ഒരു ആഴ്ച ഇപ്പൊ ഇന്നത്തെ പ്രെയർ മീറ്റിംഗ് നമ്മൾ ഇവിടുത്തെ അനോയിന്റിങ് കുറെ ഒരു വചനം പഠിക്കുന്നു. എന്നുവെച്ചാൽ കുറെ കാര്യങ്ങൾ നമുക്ക് പലരിലൂടെ നമുക്ക് ചിലതൊക്കെ ക്ലിക്ക് ചെയ്യും. അത് നമുക്ക് ഇഗ്നൈറ്റ് ചെയ്യെങ്കിൽ നമ്മൾ എല്ലാ ആഴ്ചയും നമുക്ക് ചിലപ്പോൾ ഒന്നും പറയാനോ ഒന്നും കൊടുക്കാനോ ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ ചേർന്ന് നിൽക്കുക. നമ്മൾ എവിടെ ആയിരുന്നാലും വി ക്യാൻ ബി എ ബ്ലെസ്സിങ് ടു സം വൺ. നമ്മളിത് എന്താ വെച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഇപ്പൊ നിങ്ങൾ ഈ ഞായറാഴ്ച കൂടി നമ്മൾ അടുത്ത ഞായറാഴ്ച പ്രാർത്ഥിച്ചൊരുങ്ങുക ഈ ഒരു ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ അത് പെർസീവ് ചെയ്യാനുള്ള ഒരു കൃപ കിട്ടും. നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകപ്പെടുമല്ലോ. ഓക്കെ, നമ്മളെല്ലാവരും വി ആർ ഓൾ ലിറ്റിൽ ഫ്രാഗ്മെന്റ്സ് ഓഫ് ജീസസ്. പിതാവിന്റെ, ദൈവത്തിന്റെ, ഗോഡിന്റെ കുഞ്ഞു കുഞ്ഞു ഫ്രാഗ്മെന്റ്സ് ആണ് നമ്മള്. അതുകൊണ്ടാവാം നമ്മൾ ഒരുമിച്ച് വരുമ്പോൾ വി സീ ജീസസ് അമംഗ്സ്റ്റ് അസ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ ഈശോ അവിടെ ഉണ്ട്. കാരണം നമ്മൾ ഈശോയുടെ ഓരോ ഫ്രാഗ്മെന്റ്സാ. നമുക്ക് ഓരോ ആൾക്കാർക്കും ഈശോയുടെ സ്വഭാവത്തിന്റെ ഓരോ പാർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രാർത്ഥിക്കാനുള്ള വരം, വിവേചിച്ചറിയാനുള്ള വരം, ഭാഷാവരം, ഇതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഈശോയുടെ സ്വഭാവം എനിക്കും കൂടെ തരണേന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈശോ ഓക്കെ നിനക്ക് വേണോ, ശരി ഞാൻ എന്റെ സ്വഭാവത്തിന്റെ ആ പാർട്ട് നിനക്ക് തരാം. അപ്പൊ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ നമ്മൾ ഫെലോഷിപ്പിൽ അതാ മാജിക് അല്ല, മിറക്കിൾ വരുന്നതിന്റെ കാര്യം ഇതാ. നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ ഈശോയുടെ സ്വഭാവങ്ങളെല്ലാം ഫില്ലാവുക. അപ്പൊ ഈശോ നമ്മളിൽ ഉണ്ടാവുക. We are all those little fragments of God എന്ന് ഇങ്ങനെ ഒരു കാര്യം എനിക്ക് പറയാം. ചാരത്തിൽ നിന്ന് എഴുന്നേൽത്തി വരുന്ന പരിശുദ്ധാത്മാവ്. അതായത് നമ്മള് ഓരോ പാപം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാപം ചെയ്തതിനു ശേഷം നമ്മള് മനസ്തപിക്കുന്ന ആ സമയത്ത് ഈശോ അത് കാണുന്നുണ്ട്. അപ്പൊ നമ്മള് ഫുള്ളി ഡെഡ് ആവുക ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് പിന്നെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. അപ്പം മീൻസ് അവിടെ നമ്മള് മനസ്തപിക്കണം. ഈശോയോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന സമയത്ത് ഈശോയെ വേദനിപ്പിച്ചു ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിലേ അവിടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ഇങ്ങനെ കത്തിജ്വലിച്ച് വരുള്ളൂ. അപ്പം പിന്നെ ഇങ്ങനെ കൂട്ടായ്മകളിലൊക്കെ നമ്മള് മാതാവ് ശിഷ്യന്മാരൊക്കെ അങ്ങനെ കൂട്ടായി നിന്നുകൊണ്ട് ആ ഒരു കൂട്ടായ്മയിലേക്കാണല്ലോ പരിശുദ്ധാത്മാവ് വന്നത്. അപ്പൊ കൂട്ടായ്മയ്ക്ക് ഉള്ള ശക്തി എന്ന് പറയുന്നത് അത് ഭയങ്കര വേറെ ലെവലാ. അപ്പം എന്തായിരുന്നു നമ്മളിങ്ങനെ ഓരോ കൂട്ടായ്മകളില് നന്മമരത്തിന്റെ ആയാലും അത് കൂടുതൽ എന്നെ ഈശോയിൽ വളർത്താനും സഹായിച്ചത്. കാരണം 2-3 പേരുടെ മധ്യ ഉള്ള ആ ഒരു തിരുവചനമാണ് അവിടെ നിവൃത്തം മീൻസ് പ്രാവർത്തികമാകുന്നത്.